കുളിച്ചു കയറി വന്ന് ഈ മുടി മുഴുവനും കൂട്ടിപ്പിടിച്ച് തലയിൽ കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിൽ തലപ്പാവ് കെട്ടും. തലപ്പാവ് കെട്ടുമ്പോൾ മറഞ്ഞിരിക്കാൻ എന്ത് ചെയ്യും? ഇതെല്ലാം കൂടെ എടുത്തു വെക്കും. ഈ മുടി ഇങ്ങനെ നീട്ടിവിടുന്ന പ്രകൃതമായിരുന്നു അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹുവിന്. മഴ വന്ന റഹ്മത്തിന്റെ മഴയാ. പുറത്ത് നിൽക്കുന്നവരെല്ലാം അകത്ത് കയറ്റാൻ വേണ്ടി അള്ള ഇട്ട മഴ. എങ്ങ് പോരി, എല്ലാരും പോരി. അവിടെ അകത്തല്ല, എവിടെ അകത്ത്? ഇങ്ങ് വാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെളിയൻ ടീമാണല്ലേ, വെളിയൻ ഇച്ചിരി 5 മിനിറ്റ് രൂപ. സദസ്സിൽ നിന്ന് മാടി വിളിക്കപ്പെട്ടാൽ മാടപ്രാവിനെ പോലെ പറന്നു വരണമെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. വന്ന് സദസ്സിനുള്ള സംഭാവനയൊക്കെ തന്ന് നല്ല രൂപത്തിൽ പിരിഞ്ഞാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കേറുക. സഹോദരങ്ങളെ, സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, സ്വഹാബത്ത് ചോദിച്ചു, അബൂ മഹദൂറെ, നിനക്ക് മുടിയൊന്ന് വെട്ടിക്കൂടെ? അതാ അബൂ മഹദൂർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇല്ല സ്വഹാബ, ഞാൻ മരിച്ചാലല്ലാതെ ഇത് ഞാൻ എടുക്കൂല. എന്നല്ല, ഞാൻ മരണപ്പെട്ടാലും ഈ മുടി ഇതുപോലെ എന്റെ ഉള്ളിൽ കാണുമെന്ന് അബൂ മഹദൂർ തങ്ങൾ പറയുമ്പോ, ഇവിടുത്തെ സെലിബ്രിറ്റികളുടെയും സിനിമാ താരങ്ങളുടെയും മുടി നോക്കിയിട്ട് അതുപോലെ വളർത്താൻ നടക്കുന്ന മനുഷ്യ, അബൂ മഹദൂർ തങ്ങൾ വളർത്തിയത് സെലിബ്രിറ്റികളെ കണ്ടിട്ടല്ല, ഒരു ആഭാസത്തിന് വേണ്ടിയല്ല, ഒരു സൗന്ദര്യത്തിന് വേണ്ടിയല്ല, 10 ആളുകളെ കാണിക്കുന്നതിനല്ല. അവിടുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുടി വളർത്തിയതെന്നറിയോ? എല്ലാ സ്വഹാബത്തും വെട്ടണമെന്ന് പറഞ്ഞിട്ടും അത് വെട്ടാതെ വെട്ടില്ല എന്ന് വാശി പിടിച്ച് നടന്നത് എന്തിനു വേണ്ടിയെന്നറിയോ? മഹാനായ അബൂ മഹദൂർ എന്ന സ്വഹാബി തന്നെ പറയുകയാണ്, ലാ അഹ്ലികുഹാ, ഇതിനെ ഞാൻ വെട്ടില്ല. കാരണമെന്തേ? വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ ഈ തലമുടിയിലൊന്ന് സ്പർശിച്ചിട്ടുണ്ട് എന്ന്, അല്ലാഹുവിന്റെ റസൂൽ എന്റെ തലമുടിയിൽ തൊട്ടിട്ടുണ്ട് എന്ന് അബൂ മഹദൂർ തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, ആ പ്രിയപ്പെട്ട കരം തൊട്ടുപോയി ഈ തലമുടി ഞാൻ വെട്ടി മാറ്റണം എന്നാണോ നിങ്ങൾ പറയുന്നത് സഹാബ? അല്ലാഹുവിന്റെ റസൂലിന്റെ സറഫാന കൈയൊന്ന് സ്പർശിച്ചതല്ലേ, അതിനുള്ള ഏറ്റവും വലിയ തൗഫീഖ് കിട്ടിയതല്ലേ, ഇതിന് ഞാൻ മുറിക്കില്ല എന്ന് അബൂ മഹദൂറിന് പറയാൻ കഴിഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, മുത്തുനബിയെ എങ്ങനെ ഇഷ്ടപ്പെട്ടോ അതുപോലെയാണ് മുത്തുനബി തൊട്ടതിനോട് അവർക്ക് ഇഷ്ടമോ, മുത്തുനബി ഇരുന്നതിനോട് അവർക്ക് ഇഷ്ടമോ, മുത്തുനബി തങ്ങളെ സ്പർശിച്ചതിനോട് അവർക്ക് ഇഷ്ടമോ? അറിയുമല്ലോ മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എല്ലാ ദിവസവും ഒരു മരത്തിന് വെള്ളമൊഴിക്കുകയാണ്. എല്ലാ ദിവസവും ഒരൊറ്റ മരത്തിന് മാത്രം വെള്ളമൊഴിക്കുകയാണ്. അതിന്റെ കാരണം സ്വഹാബത്ത് ചോദിക്കുമ്പോ, എന്റെ വാപ്പയായ ഉമർ തങ്ങളെ കാണാൻ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിൽ വരിക, ആ മരത്തിന്റെ ചുവട്ടിലാണ് നബി തങ്ങൾ ചാരിയിരുന്നത്, ആ മരത്തിലാണ് മുത്ത് നബി തങ്ങൾ മുതുക് ചാരിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചാരിയിരുന്ന മരമുണങ്ങാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കില്ല. അതിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള മുഴുവൻ മരങ്ങൾ ഉണങ്ങിയാലും എനിക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്പർശനമേറ്റ മരമുണ്ടല്ലോ, എന്റെ ഹയാത്ത് കാലത്ത് ഉണങ്ങുന്നത്, അത് മുരടിച്ചു പോകുന്നത്, അത് കടപുഴകി വീഴുന്നത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് സഹിക്കില്ല. മുത്തുനബിയുമായി ബന്ധപ്പെട്ടതിനോടും ഇഷ്ടമാണ് സഹോദര. അപ്പൊ എത്രയാണ് അവർ മുത്തുനബി തങ്ങളെ ഇഷ്ടപ്പെട്ടത്, എത്രയാണ് അവർ മുത്തുനബി തങ്ങളെ പ്രണയിച്ചത്?